ദില്ലിയിലും കനത്ത മഴ തുടരുകയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും കാറ്റും ജനജീവിതം സ്തംഭിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ ദില്ലി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മരങ്ങൾ കടപുഴകി വീണ് ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ദില്ലി വിമാനത്താവളത്തിൽ വിമാന സർവീസുകളെയും കനത്ത മഴ ബാധിച്ചിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് ഈവനിങ്. കനത്ത മഴയാണോ ദില്ലിയിൽ? എന്താണ് ദില്ലിയിലെ അവസ്ഥ ആദിൽ? അതിൽ കേൾക്കാമെങ്കിൽ കനത്ത മഴയാണോ ദില്ലിയിൽ? മഴ തോർന്നോ അതോ മഴ വലിയ കുഴപ്പമുണ്ടാക്കിയോ? പെട്ടെന്ന് പെയ്യുകയായിരുന്നോ ഒരു മേഘവിസ്ഫോടനം പോലെ? പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട്. ഇവിടെ സാധാരണഗതിയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെ ഇന്ന് താപനിലയുണ്ട്. ആ താപനില ഇന്ന് ഉണ്ടാകുന്നു. രാത്രി അല്പം മുമ്പ്, ഒരു മണിക്കൂർ മുമ്പ് വരെ വലിയ കാറ്റ്, പൊടിക്കാറ്റ് വീശുകയായിരുന്നു. അതും വളരെ വേഗത്തിലായിരുന്നു. നമ്മളൊക്കെ കേരളത്തിലൊന്നും അത്ര പരിചിതമല്ലാത്ത രൂപത്തിലായിരുന്നു. അതിന് തൊട്ടുടനെ ആലിപ്പുഴ വീഴ്ചയും അതിശക്തമായ കാറ്റും ഒപ്പം മഴയുമായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ജൻപത്ത് ലൈനിലാണ്. അവിടെ ഒരു മരം, ഒന്നല്ല രണ്ടോ മൂന്നോ മരങ്ങളുടെ ശിഖരങ്ങൾ കടപുഴകി വീണ് ഏറെക്കുറെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. ദില്ലിയുടെ പല മേഖലകളിൽ, പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ, ദില്ലി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഈ വിമാനങ്ങൾ സർവീസുകളെ ഈ കാറ്റും മഴയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഒപ്പം വിമാനങ്ങൾ, പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകുന്നുണ്ട്. ഇറങ്ങേണ്ട വിമാനങ്ങളുടെ സമയത്തിൽ മാറ്റമുണ്ട്. ആ രൂപത്തിൽ മഴ കാര്യമായി ദില്ലിയെ ബാധിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ഈ മഴ പെയ്തത് എന്നുള്ളതാണ്. ജൻപത്ത് ലൈനാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ മരം കടപുഴകി വീണിരിക്കുന്നു. ഒന്നല്ല, നിരവധി മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഇതിന് സമാനമായ സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. അതിശക്തമായ കാറ്റായിരുന്നു. അതിശക്തമായ കാറ്റ്, നമ്മൾ പറയുന്നതിനപ്പുറമുള്ള ശക്തി ആ കാറ്റിനുണ്ടായിരുന്നു. ഒപ്പം ആലിപ്പഴ വീഴ്ച, കനത്ത മഴ. ഇപ്പോൾ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. അപ്പോഴും ഇനിയിപ്പോൾ ഉടനെ കോർപ്പറേഷന്റെയൊക്കെ ആളുകളെത്തി ഇവിടെ നിന്നും ഈ മരച്ചില്ലകൾ വെട്ടിമാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ കോർപ്പറേഷന്റെ ജീവനക്കാരെത്തും. ഏതായാലും പലയിടത്തും ഇതുപോലെ ഇതിന് സമാനമായി മരങ്ങൾ വീണിട്ടും ഒപ്പം ഗതാഗതം, വെള്ളം കയറിയിട്ടും നമ്മൾ ദില്ലിയിൽ കാണുന്ന കാഴ്ച. ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു. അതിശക്തമായ കാറ്റായിരുന്നു. വിമാന സർവീസുകളെയും ഈ മഴയും കാറ്റുമൊക്കെ ബാധിച്ചു. വളരെ പെട്ടെന്നാണ് ഈ കാലാവസ്ഥാ മാറ്റം ഉണ്ടായത്. അതിശക്തമായ കനത്ത ചൂടാണ്, രൂക്ഷമായി എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലുള്ള ചൂടാണ് പകൽ സമയങ്ങളിൽ. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെയാണ് ചൂട് ദില്ലിയിലേത്. വളരെ പെട്ടെന്നൊരു പൊടിക്കാറ്റുണ്ടാകുന്നു. കാലാവസ്ഥ അതിവേഗം മാറി മറിയുന്നതായിരുന്നു ഇന്ന് ദില്ലിയിലെ കാഴ്ച. അതിന്റെ ഫലമെന്നോണം ഈ മരക്കൊമ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണാനാകുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. പലയിടത്തും നിരവധിയിടങ്ങളിൽ കടപുഴകി വീണിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തുനിന്നും ഈ മരച്ചില്ലകളൊക്കെ വെട്ടിമാറ്റുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിലും കനത്ത മഴയായിരുന്നു. ആലിപ്പഴം വീണു. കനത്ത കാറ്റിൽ ചിലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വിമാന സർവീസുകളെയും കനത്ത മഴ ബാധിച്ചുവെന്നാണ് ആദിൽ പാലോട് ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.